സത്യം പറഞ്ഞാൽ ഈ കറീനെ പറ്റി ഞാൻ എൻ്റെ അപ്പച്ചീനോട് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ഇത് മൂന്നും ചേർത്ത് ആരും കറി വെച്ചതായിട്ട് എൻ്റെ അറിവിലില്ലാന്ന്. പുള്ളിക്കാരിക്ക് ഒരു 10-75 വയസ്സുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനൊരു കറീനെ പറ്റി കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെപ്പറ്റി കേട്ടിട്ടുള്ളവരും വച്ചിട്ടുള്ളവരും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിവിടെ വയ്ക്കാൻ പോകുന്ന കറി എന്ന് പറയുന്നത് പരിപ്പും മാങ്ങയും കോവയ്ക്കാണ് കേട്ടോ. പരിപ്പും മാങ്ങയും വയ്ക്കും, അതുപോലെ തന്നെ പരിപ്പും കോവയ്ക്കും വെച്ചിട്ടുണ്ടാവും. ഇത് മൂന്നും കൂടി ചേർത്ത് മിക്കവരും കറി ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലായിരിക്കുമല്ലോ. ഇതാണ് പുള്ളിക്കാരും എന്നോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചാണല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനിത് വെച്ചൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് ഓർത്തു. അപ്പോൾ അതാ പരിപ്പൊക്കെ കഴുകി കുക്കറിനകത്തിട്ടുണ്ട്. പിന്നെ കോവയ്ക്ക, മാങ്ങ, പിന്നൊരു 2 പച്ചമുളക്, പിന്നൊരു കുറച്ച് ഇഞ്ചി, അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ പതിവ് പോലെ നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ്, ഇതെല്ലാം ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കണം. അപ്പോൾ ഈ മാങ്ങ ചേർത്ത് എന്താണെന്ന് വെച്ചാൽ കറിക്ക് നമുക്കൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കഴിക്കുമ്പോൾ ഒരു പുളി രസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കറി ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ മാങ്ങ ചേർത്തത്. അപ്പോൾ അതാ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് വെള്ളമൊഴിച്ച് ഇതൊന്ന് വേവിക്കാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ അതെ ഞാൻ ഇതെല്ലാം ചേർത്ത് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ തിളച്ച് പോകുമ്പോൾ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ ഇങ്ങനെ തിളച്ച് പോവില്ല എന്ന് ഞാനൊരു വീഡിയോയിൽ കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഇതൊക്കെ വേവിക്കാൻ വയ്ക്കുമ്പോൾ ഒരു സ്പൂൺ അതിനകത്ത് ഇട്ടു കേട്ടോ. അപ്പോൾ അതേ കുക്കറിനകത്തൊക്കെ വേവിക്കാൻ വെച്ചു. അപ്പോൾ ഒരു 2-3 വിസിൽ, കാരണം പരിപ്പ് നന്നായിട്ട് വേണമല്ലോ. അപ്പോൾ നമുക്കൊരു 3 വിസിൽ അടുപ്പിക്കാം. അപ്പോൾ ഇത് ശരിക്കും നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കഴിയുമ്പോൾ എല്ലാ മാങ്ങയുടെ ഇതെല്ലാം അതിനകത്ത് അങ്ങോട്ട് ചേർന്ന് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതേ നമുക്ക് തേങ്ങയുടെ അരപ്പൊക്കെ ചേർക്കാൻ വേണ്ടി തേങ്ങ അരയ്ക്കുമ്പോൾ കുറച്ച് ജീരകം, വേറെ വെളുത്തുള്ളി ചുമന്നുള്ളി ഒന്നും ചേർത്തിട്ടില്ല, ജീരകം മാത്രം ചേർത്ത് തേങ്ങ അരയ്ക്കാം. എന്നിട്ട് ഈ ഇത് വെന്ത് കഴിയുമ്പോൾ ഈ തേങ്ങയുടെ അരപ്പ് നമുക്ക് അതിനകത്തേക്ക് ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ചുമന്നുള്ളി വെളുത്തുള്ളിയും ചേർക്കുന്നത് കടുക് വറുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കടുക് വറുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചുമന്നുള്ളി വെളുത്തുള്ളി ചേർത്തേക്കണേ. അപ്പോൾ അതാ അരപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അരപ്പ് നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം. അപ്പോൾ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് പതിവ് പോലെ അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിച്ച് നമുക്ക് ഈ ചുമന്നുള്ളി വെളുത്തുള്ളിയും കൂടി നമ്മൾ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ചുമന്നുള്ളി, വെളുത്തുള്ളി, കൊല്ലമുളക്, വേപ്പില, ഇതെല്ലാം കൂടി വട്ടത്തിൽ അരിഞ്ഞത് നമുക്കിതിനകത്തേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ കറിയിലേക്ക് ഇത് ചേർക്കാം. അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള പരിപ്പ് മാങ്ങ കോവയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് വയ്ക്കണമെങ്കിലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് കുറച്ച് കോവയ്ക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം, അതുപോലെ നമുക്കൊരു ഒലത്തും ഉണ്ടാക്കാം. അപ്പം ഞാൻ ബാക്കിയിരുന്ന കോവയ്ക്ക ഞാൻ ഒലത്തിയായിരുന്നു കേട്ടോ. എനിക്ക് കോവയ്ക്ക ഒലത്തിയത് മാത്രമായിട്ട് കഴിക്കണം എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ കോവയ്ക്ക വെറുതെ ചീത്തയായി കളയണ്ടല്ലോ. അപ്പോൾ ഈ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്.